ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്ന ഒരു തനി നാടൻ ഊണാണ് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ജിയാൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ്. അപ്പോൾ രാവിലെ തന്നെ പുട്ടായിരുന്നു കേട്ടോ, ക്യാരറ്റ് പുട്ടൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഊണ് റെഡിയാക്കിയിരിക്കുന്നത്. ചെറുപയർ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ക്യാരറ്റും പുട്ടിൻ്റെ കൂടെ. സിമ്പിളാണ്, ക്യാരറ്റിൻ്റെ കളറൊക്കെ കാണും, കുട്ടികൾ കഴിക്കുകയും ചെയ്തോളും. ക്യാരറ്റ് പുട്ടും നമ്മുടെ സിമ്പിളായിട്ടുള്ള ചെറുപയർ കുക്ക് ചെയ്തും മുട്ടയും. അപ്പോൾ ചായ കുടിക്കട്ടെ. ഞാൻ ചായ കുടി കഴിഞ്ഞിട്ടാണ് ഊണ് റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ ബ്രോക്കോളിയാണ് തോരൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ബ്രോക്കോളി എപ്പോഴും അരിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ എപ്പോഴും ക്രഷറിലിട്ടുണ്ടാക്കും. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അതിനകത്ത്. ഇതുപോലെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല, അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ഒത്തിരി മെസ്സാവുകയില്ല. ക്ലീനിങ് നമ്മൾ തന്നെ ചെയ്യണമല്ലോ. അപ്പം ജസ്റ്റ് ഒന്ന് 2-3 പീസാക്കി നുറുക്കിയിട്ട് ക്രഷറിലേക്ക് ഇട്ടാൽ നല്ല ഫൈൻ പോലെ ഇതുപോലെ നമ്മൾ അരിഞ്ഞ ഇത്രയും ഭംഗിയിൽ കിട്ടില്ല. അപ്പോൾ ക്രഷറിൽ ഞാൻ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാനും പറ്റും. അപ്പോൾ എൻ്റെ ബ്രോക്കോളി തോരൻ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ് കേട്ടോ ബ്രോക്കോളി തോരൻ. അപ്പോൾ ബ്രോക്കോളി തോരനാണ് ഇന്നൊന്ന്. പിന്നെ ഞാൻ തൈര് മോരുകറി പോലെയല്ല, എനിക്ക് തൈരിലിങ്ങനെ വെള്ളമൊന്നും ചേർക്കാതെ കുറുകിയിരുന്ന കറി ഉണ്ടാക്കില്ല, അതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നൊരു രീതിയാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം തൈരുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു സവാള, ഇഞ്ചി, പച്ചമുളക്, കറി ലീവ്സ്, അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ചതച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് വഴറ്റി പെട്ടെന്നാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ബ്രോക്കോളി തോരൻ അവിടെ റെഡി ആക്കുമ്പോൾ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. തൈര് ഉണ്ടാക്കുന്നതിൽ ഞാനിപ്പോൾ സാധാരണ നല്ല തിക്കായിട്ടുള്ള യോഗട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തിട്ട് ചേർക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കും. അത് മീൻ കഴിക്കാൻ നല്ല സുഖമാണ്. അത് കൂട്ടി നമുക്കത് എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം. അതിനകത്ത് നല്ല ജീരകം പൊട്ടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അരിപ്പൊടി ഒന്ന് കളർ മാറിക്കോട്ടെ. കാസ്റ്റ് അയൻ്റെ പാനിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. അത് ആയിക്കഴിഞ്ഞ് നമുക്ക് അതിനകത്തേക്ക് ഇച്ചിരി മസാലപ്പൊടികൾ ചേർക്കാം. അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു 1/4 ടീസ്പൂണോളം നല്ല എരിയുള്ള മുളക് ചേർത്ത് കേട്ടോ. ഇനി കാശ്മീരി ചില്ലിയും ചേർക്കാം. അത് 1 ടീസ്പൂൺ ചേർത്തു. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് പച്ചക്കത്തൊന്ന് മാറി കിട്ടണവരൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം അതും കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത്, പ്രത്യേകിച്ച് കാസ്റ്റ് അയൺ പാനിലൊക്കെ കട്ടിയുള്ള പാത്രത്തിലാണ് അതിന് ചൂട് നിൽക്കുന്നത്, ഓഫ് ചെയ്തിട്ട് വേണം ചേർക്കാൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ തക്കാളി ക്രഷറിൽ തന്നെ ഒന്ന് അടിച്ചെടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഉടിച്ചിട്ട് അതിൻ്റെ ഔട്ടറിലെ തൊലി എടുത്ത് കളഞ്ഞിട്ടാണ് കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ ഉടഞ്ഞു കിട്ടും. ഒരുപാടൊന്നും ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു നന്നായിട്ട് പഴുത്ത വലിപ്പമുള്ളൊരു തക്കാളി ചേർത്തിട്ടുണ്ട്. അത് പയ്യെ ഒന്ന് കുക്കാവാൻ ഇച്ചിരി സമയം കൊടുക്കാം. നമുക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. പയ്യൊന്ന് ഉടഞ്ഞു വരും. ഉടഞ്ഞൊന്ന് ചേർന്ന് പോകേണ്ട ആവശ്യമില്ല. അതിനകത്തേക്ക് തക്കാളി കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കും. അത് കഴിഞ്ഞ് ഓഫ് ചെയ്ത് നമുക്ക് തൈര് ചേർക്കാൻ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ ബ്രോക്കോളി തോരൻ എന്തായി നോക്കട്ടെ. ഇപ്പോൾ 2-3 പ്രാവശ്യം ഞാൻ ഇളക്കിയിട്ടായിരുന്നു. ഒരു 1/4 ഭാഗം വേഗമാകുമ്പോൾ നമുക്ക് അതിൻ്റെ നടുക്കിൽ അല്പം സ്പേസ് ഉണ്ടാക്കി തേങ്ങ ചേർത്ത് കൊടുക്കാം. ബ്രോക്കോളി തോരൻ ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇപ്പം തീ ഓഫ് ചെയ്തിട്ട് തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, തൈര് സ്പൂൺ കൊണ്ട് തന്നെ ഞാനൊന്ന് ഉടച്ചിട്ടാണ് കേട്ടോ ഗ്രീക്ക് യോഗട്ട് ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരുപാട് ഉണ്ടാക്കുന്നില്ല, ഒരു കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ വേണമെങ്കിൽ അല്പം വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം. ഒത്തിരി തിക്നെസ് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ ഒന്നുകൂടി കുറവും. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ
വെള്ളം ചേർത്തായിരുന്നു. അത് തീ ഓഫ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ബ്രോക്കോളി തോരൻ ഏകദേശമായി, തൈര് ആയി. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ പീനട്ട്സും കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, സെപ്പറേറ്റ് കാഷ്യൂ നട്ടും കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊക്കെ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. എനിക്ക് പീനട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ഊണ് കഴിക്കുന്നതിൻ്റെ കൂടെ ഇച്ചിരി നല്ല ഒരു വ്യത്യസ്ത രുചിയുള്ള ചമ്മന്തി ഉള്ളപ്പോൾ നല്ല ടേസ്റ്റാണ് ഊണ് കഴിക്കാൻ. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബ്രോക്കോളി തൈര് ശരിയായി, എൻ്റെ തേങ്ങ ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ ബ്രോക്കോളി തോരന്. അത് മൂടി വെച്ച് കൊടുക്കാം. നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഞാൻ റോസ്റ്റ് ചെയ്തിട്ടാണ് നട്ട്സ്, കാഷ്യൂസ് എൻ്റെ കയ്യിൽ റോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഉള്ളത്, എങ്കിൽ തന്നെ നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഇച്ചിരി ടേസ്റ്റാണ്. അപ്പോൾ രണ്ടും കൂടെ കൂടി ഒരു അര കപ്പ് അത്ര ആവശ്യമുള്ളൂ നട്ട്സ്. കാഷ്യൂസ് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ റോസ്റ്റഡ് കാഷ്യൂ ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ പീനട്ട്സും റോസ്റ്റഡ് ആണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടെ ഇട്ട് കൊടുക്കാം. രണ്ടും കൂടെ കൂടി ഹാഫ് കപ്പ് അത്ര മതി. അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. റോസ്റ്റ് ചെയ്ത് മാറ്റാം ആദ്യം തന്നെ. നല്ല മണം വരുമ്പോൾ നമുക്കിത് മാറ്റിയിട്ട് ഇനി അതിനകത്ത് വറ്റൽമുളക് വരട്ടിയെടുക്കണം. ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം, എണ്ണയൊന്നും ചേർക്കാതെയാണ് കേട്ടോ. ഇത് കനലിലൊക്കെ ചുട്ടെടുക്കുന്ന ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ ചമ്മന്തിക്ക് ടേസ്റ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വറുത്തെടുക്കാം. പറഞ്ഞാൽ ഇത് ഓൾറെഡി റോസ്റ്റഡ് ആണ്, അതുകൊണ്ട് ഒത്തിരി സമയം ആവശ്യമില്ല. ഓക്കെ, ഏകദേശമായി. നമുക്കിതൊരു ഒരു ബൗളിലേക്ക് മാറ്റാം. റോസ്റ്റ് ചെയ്ത നട്ട്സൊക്കെ നമ്മൾ ബൗളിലേക്ക് മാറ്റി. ഇത് നമുക്ക് ആ സെയിം ഇതിലേക്ക് തന്നെ നമുക്ക് വറ്റൽമുളക്, ഞാനൊരു 5 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളകാണ്. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ആക്കിയിട്ട് ഒരു നല്ല എരിവുണ്ടായിരുന്നു സംബന്ധിച്ച് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഒന്ന് ചുട്ടെടുക്കാം. അതിനകത്തിട്ട് ഞാൻ തേങ്ങ ചുട്ടെടുക്കുന്നില്ല കേട്ടോ. തേങ്ങ ഞാൻ ഓൾറെഡി ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങയും കൂടെ ചേർക്കാം. അപ്പോൾ ആ തേങ്ങ ക്രഷ് ചെയ്ത് വെച്ചതിലേക്ക് ഉണങ്ങിയ വറ്റൽമുളക് ചേർക്കുക. വറുത്തെടുത്ത് വറ്റൽമുളകും നട്ട്സ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി ഇതിനകത്തേക്ക് വാളംപുളി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഇതെല്ലാം ഇങ്ങനെ ക്രഷ് ചെയ്തിരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടഞ്ഞു കിട്ടും. ഇതിൻ്റെ ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ചേർക്കാം. കുരുവൊന്നുമില്ലെന്ന് ഷുവർ ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് 1-2 പ്രാവശ്യം അടിച്ചെടുക്കുമ്പോഴത്തേക്ക് ചമ്മന്തി റെഡി. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഊണ് കഴിക്കാൻ തോന്നുന്നില്ല നിങ്ങൾക്ക്. ഞാൻ പെട്ടെന്ന് പോയി ഊണ് കഴിക്കട്ടെ. അപ്പം നിങ്ങൾ ഈ ചമ്മന്തി റെഡിയാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകില്ലേ. ഓക്കെ, ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം ഇളക്കിയിട്ട്. ഞാൻ വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ. തേങ്ങയുടെ നനവിൽ തന്നെയാണ്. ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പോൾ ഇനി ഒന്നുകൂടി ഒന്ന് അടിച്ചിട്ടെടുക്കാം. അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഒരു 1/4 ടീസ്പൂൺ പിങ്ക് സോൾട്ടും കൂടെ ചേർത്ത് കൊടുത്തു. ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തു. ഡിഷിൽ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടുള്ള കാഷ്യൂ പീനട്ട് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഊണ് വിളമ്പിയാലോ നമുക്ക്. തയ്യാറാക്കി നോക്കാൻ മറന്നു പോലെ. അപ്പം ഞാൻ ഊണ് കഴിക്കട്ടെ. നല്ല തൈര്, നല്ല കട്ട തൈരാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് തക്കാളിയുടെയൊക്കെ കൂടെ. ഞാൻ പറഞ്ഞാൽ ഞാനിങ്ങനെയാണ് സാധാരണ ഉണ്ടാക്കുന്നത്. നീളത്തിലും ഉണ്ടാക്കാറുണ്ട്. എനിക്കിങ്ങനെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബ്രോക്കോളി തോരനും
പപ്പടം കൂടി ആവായിരുന്നു. അതിനുള്ള സമയമില്ലായിരുന്നു. ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞ് പെട്ടെന്ന് ഊണ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനൊന്നും മറക്കുന്ന പോലെ എൻ്റെ കയ്യിൽ ഇച്ചിരി പോർക്ക് പെരളിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഉണ്ടാക്കി അതും കൂടി ചേർത്ത് കൊടുത്തു ഞാൻ ഊണിന്. അപ്പോൾ ഞാൻ ഊണ് കഴിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ് GNV വ്ളോഗ്സ്. ഞാൻ പുതിയൊരു റെസിപ്പി ആയിട്ട് ഉടനടി വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ.